ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പുൾമിയപ്പ് കേക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കേണ്ടത് കേക്കാണ്. അപ്പോൾ ഞാനിവിടെ 2 കേക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് വാനിലയും ഒന്ന് ചോക്ലേറ്റ് കേക്കും. ഇത് രണ്ടും ഞാൻ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ബീറ്ററിന് വെച്ചിട്ട് ബീറ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല. ബാറ്റർ ഞാൻ മിക്സിയിൽ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാനൊരു സ്വിസ് റോൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ കേക്ക് 2 കേക്കിന് ഞാൻ എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് മാവും മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നോക്കി നിങ്ങൾ ചെയ്തുകൊണ്ടാൽ മതി. ഇതിൽ ഞാനിപ്പം അതിൻ്റെ വീഡിയോ കൂടെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് അത് കാണിക്കുന്നില്ല. ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഞാൻ വേറൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാൻ 2 പാന് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇട്ട് പ്രീ ഹീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ വെച്ചിരിക്കുന്ന ആ പാന് വെച്ച് കൊടുത്തേക്കുക. അതിനുശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ബാക്കി ടൈം ഫുള്ള് ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വലിയ സ്റ്റൗവിൽ വലിയ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്കും, അതല്ല ചെറിയ അടുപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് കേക്ക്. ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 15 മിനിറ്റ് എടുക്കും. നിങ്ങൾ ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇനി ഇതിന് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ എടുക്കുമ്പം പൊടിച്ച ഷുഗറാണ് നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബീറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ടാണ്, സാധാ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാനായിട്ട്. അതല്ല സാധാ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് എടുക്കും നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട്. ഇനി ഞാൻ പുൾമിയപ്പ് കേക്കിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് സോസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ സ്റ്റൗവിൽ ചെറിയ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മൾ റെഡിയാക്കുന്ന ടൈമിൽ ഇത് ഒരുപാട് അങ്ങ് തണുത്ത് കട്ടിയായി പോവുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. ബട്ടർ സ്കോച്ച് സോസ് തണുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്കെല്ലാം പുൾമിയപ്പ് കേക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. കേക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 വാനിലയുടെ കേക്കും 2 ചോക്ലേറ്റ് കേക്കുമാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം ലെയറായിട്ട്. ഇതേപോലെ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യുവാണ്.
എന്നിട്ട് ഇതേപോലെ ഒരു നല്ല കട്ടിയുള്ള ഒരു കവർ വെച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് പിസ്തയും പീനട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പീനട്ടൊക്കെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടി ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി വെച്ചിരുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബട്ടർ സ്കോച്ച് സോസ് ഒഴിക്കുന്നതിന് മുന്നേ കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ലേശം മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആഡ് ചെയ്യരുത്. ഒന്ന് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ലൂസായി കിട്ടുന്ന രീതിക്ക് ഒന്ന് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ബൗൾസും കൂടെ ആഡ് ചെയ്യുക. ഞാൻ ഈ കവർ മുകളിലോട്ടൊന്ന് പുള്ളി ചെയ്തെടുക്കുവാണേ. വാവ്, സൂപ്പർ. ഞാൻ ആഡ് ചെയ്ത ആ ചോക്ലേറ്റ് ബോൾസൊക്കെ വീഴുന്നുണ്ടോ, എന്ത് ഭംഗിയാ. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ക്ലിയർ കവർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലിന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നല്ല വൈറ്റ് ഇതേപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബോട്ടിലിന് കട്ട് ചെയ്തെടുത്താലും മതി. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു ലാർവ കണക്ക് ഒഴുകുന്ന ആ ചോക്ലേറ്റും കേക്കും എല്ലാം കൂടി ചേർത്തിട്ട് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. സോ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.